നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. 19 പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും. മറ്റന്നാൾ വരെ പത്രിക പിൻവലിക്കാം. LDF സ്ഥാനാർത്ഥി M സ്വരാജ്, UDFന്റെ ആര്യാടൻ ഷൌക്കത്ത്, NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജ്, തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി PV അൻവർ എന്നിവരാണ് മത്സരരംഗത്തെ പ്രമുഖർ. നിലമ്പൂരിൽ ഈ മാസം 19-നാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 23-ന് നടക്കും. നിലമ്പൂരിൽ 3 പ്രധാന മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നിലമ്പൂരിലെ തന്നെ മുൻ MLA PV അൻവറും മത്സരരംഗത്തുണ്ട്. വിജയപ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ഹരികുമാർ ചേരുകയാണ് നിലമ്പൂരിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി. ഹരികുമാർ, എല്ലാ പ്രമുഖ മുന്നണിയിലെ എല്ലാ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഇന്നു മുതലുള്ള പ്രചരണ പരിപാടികളൊക്കെ? തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനനുകൂലമായി തന്നെ കാലാവസ്ഥയും അനുകൂലമാണ്. മഴയില്ല, മഴയുണ്ട്, വെയിലാണ്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഏറെ അനുകൂലമായ സാഹചര്യമാണ് നിലമ്പൂർ. ഇതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ വീടുകൾ കയറിയുള്ള ഒരു പ്രചരണ പരിപാടികളാണ് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ നേരിട്ട് കണ്ട് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹരിക്കുമെന്നുള്ള ഉറപ്പാണ് എല്ലാ സ്ഥാനാർത്ഥികളും നൽകുന്നത്. പ്രത്യേകിച്ച് നിലമ്പൂരിനെ സംബന്ധിച്ച് വന്യമൃഗശല്യം അടക്കമുള്ള ഒട്ടേറെ മലയോര കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ എല്ലാം ചർച്ചയാകുന്നുണ്ട്. ഇതെല്ലാം തന്നെ വോട്ടർമാർക്ക് മുന്നിൽ വോട്ടർമാർ വെക്കുന്നുമുണ്ട്. ഇതെല്ലാം പരിഹരിക്കുമെന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് എല്ലാ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് രാവിലെ 8 മണി മുതൽ തന്നെ തന്റെ പ്രചരണം ആരംഭിച്ചു. ഇതോടൊപ്പം തന്നെ ആര്യാടൻ ഷൌക്കത്തും ഇന്ന് പ്രചരണത്തിന് രാവിലെ തന്നെ ഇറങ്ങി. മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഇന്ന് LDFന്റെ കൺവെൻഷൻ ചെറുളായി പഞ്ചായത്തിൽ നടക്കുന്നുണ്ട്. ND ഗോവിന്ദനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. KT ജലീൽ അടക്കമുള്ളവർ ഇന്ന് പങ്കെടുക്കാനെത്തുന്നുണ്ട്. ഇത്തരത്തിൽ പ്രാദേശികമായ സംഘടിപ്പിച്ചാണ് LDFും UDFും തങ്ങളുടെ പ്രചാരണ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും ഇന്ന് രാവിലെ 9 മണി മുതൽ പ്രചാരണ പരിപാടികളുണ്ട്. PV അൻവറും ശക്തമായ പ്രചരണവുമായി രംഗത്തുണ്ട്. എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചരണം അവസാനിപ്പിൽ 15 ദിവസം മാത്രമാണുള്ളത്. ഇതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വ്യാപകമായ ഒരു പ്രചാരണ പരിപാടികളാണ് 3 മുന്നണികളും വിഭാവനം ചെയ്തിട്ടുള്ളത്. ശരി, നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണം അതിന്റെ കനത്ത ചൂടിലേക്ക് കടന്നിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു നിലമ്പൂരിൽ നിന്നും ഹരികുമാർ.